റോമർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. നമുക്കറിയാം, മോശയെ കർത്താവ് വിളിക്കുമ്പോൾ മോശ ഒത്തിരി എക്സ്ക്യൂസസാണ് കർത്താവിനോട് പറഞ്ഞത്. കാരണം ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിന് മോശയെ ദൈവം വിളിക്കുമ്പോൾ ഒത്തിരി എക്സ്ക്യൂസസാണ് പറഞ്ഞത്. പക്ഷേ ബലഹീനനായ മോശയെ നിർത്തി ദൈവം ആരാന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അല്ല, ദൈവശക്തി എന്താണെന്നും ദൈവം ഒരുവൻ്റെ മേൽ പ്രസാദിച്ചാൽ, ദൈവത്തിൻ്റെ കരുണ ഒരുവൻ്റെ മേൽ തോന്നിയാൽ എങ്ങനെ ഒരുത്തനെ ഉപയോഗിക്കാനൊക്കും അതുപോലെയാണ് മോശയെ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബലഹീനനായ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെക്കൊണ്ടൊന്നും കഴിവില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് നോക്കി ദൂത് വിളിച്ച് പറയാം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആരെന്ന് ദൈവം നിർത്തി തെളിയിക്കാൻ പോകുക. മോശയെ നിർത്തി തെളിയിച്ചതുപോലെ മോശ പറഞ്ഞ എക്സ്ക്യൂസസ് ഒന്നും ദൈവത്തിന് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഞാൻ ആരാന്ന് തെളിയിക്കുക, ദൈവം ആരാന്ന് തെളിയിക്കാനാണ് മോശയെ ദൈവം വിളിച്ചത്. എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്ത്, ഇന്ന് നിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങിയാൽ, അല്ലെ ദൈവസാന്നിധ്യം ചടിച്ചാൽ, കർത്താവ് നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നിന്നെ നിർത്തി കർത്താവ് ചിലത് തെളിയിക്കുന്ന സീസണായത്. നിൻ്റെ സീസൺ ഇതുവരെ തിരിയുക, നിന്നെ നിർത്തി കർത്താവ് നിന്നെക്കൊണ്ട് ചിലത് തെളിയിക്കുന്ന സീസണിലേക്ക് നീ കയറുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.